എല്ലാവരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ശ്രീജേടത്തി ഞാൻ ഇറങ്ങുവാണ് എന്ന് വേദ പറഞ്ഞപ്പോൾ കവല വരെ ഞാനുമുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും വേദയും അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പറഞ്ഞ പോലെ പണി അങ്ങോട്ട് ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണി തുടങ്ങുന്നു. നന്ദിനിയോട് ശരിക്കും അരിക്കടി എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അമ്മയും ശ്രീജയും പൊടിച്ച് പാക്കറ്റാക്കിയ പൊടികളൊക്കെ വണ്ടിയിൽ കയറ്റുന്നു. എന്നിട്ട് പണി ചെയ്യുന്ന അവിടേക്ക് വന്നിട്ട് പറയുന്നു, വിശ്വൻ നീ പോയിക്കോ, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി ബാക്കി ഞാൻ ചെയ്തോളാം. അപ്പോൾ ശ്രീജ പറഞ്ഞു, വേണ്ട അമ്മേ, ഞാൻ ചെയ്യാം. അപ്പോൾ മുത്തശ്ശി പറയുന്നു, ദേ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും, കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കണം. കമലെ നീ വേണം എല്ലാം നോക്കി നടത്തിക്കാൻ. ഒന്ന് ശരിക്കും ഇടിക്ക് സ്വാമി, മനുഷ്യന്മാരെ ഇടിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അച്ഛമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കല്ലേ എന്ന് വിക്രം പറയുന്നു. നമുക്കെല്ലാവർക്കും ഒരു തീർത്ഥാടനത്തിന് പോയാലോ എന്ന് മുത്തശ്ശി പറയുന്നു. വേദ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ നന്ദിനി പറയുന്നു, വന്ന് അമ്മക്ക് എന്തിനും വേദ വേണം എന്ന് ആയില്ലേ? വിവരം ഉള്ളവർ വീട്ടിലെത്തുമ്പോൾ അങ്ങനെയാടി, വിവരം ഇല്ലാത്ത നിന്നെ പോലത്തെ കിഴങ്ങത്തിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുമോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ നന്ദിനി, കിഴങ്ങത്തിയോ എന്ന് വെച്ച എന്താ എന്ന് ചോദിക്കുന്നു. നിന്റെ ഭർത്താവ് കിഴങ്ങനും നീ കിഴങ്ങത്തിയും എന്ന് മുത്തശ്ശി പറയുന്നു. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. പണി നടക്കട്ടെ മക്കളെ, നന്ദിനി അരക്കടി എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. പിന്നെ കാണിക്കുന്നത് ദീപ്തി കോളേജ് കഴിഞ്ഞു വരുന്നതാണ്. അവിടെ വേദ അവളെ കാത്തു നിൽക്കുന്നതാണ്. ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, നിനക്ക് ആരോടെങ്കിലും അടുപ്പമുണ്ടോ എന്ന് വേദ ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് വേണം ഭർത്താവിനെ ഇടപെടിക്കണോ എന്ന് തീരുമാനിക്കാൻ എന്ന് ദീപ്തി വേദയോട് ചോദിക്കുന്നു. ഇത് എൻ്റെ തീരുമാന, അത് വിവാഹത്തിലെത്തുകയും ചെയ്യും. ഒരിക്കൽ നിങ്ങളെ ഭർത്താവ് അവനെ തല്ലി ചതച്ചതാ. ഇനി എൻ്റെ തീരുമാനത്തിൻ്റെ പേരിൽ അതിനു വീണ്ടും നിങ്ങൾ ശ്രമിച്ചാൽ വേദേച്ചി ദീപ്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം അപ്പോഴാണ് അറിയാൻ പോകുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടം നടപ്പാക്കിയില്ലേ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചോളാം എന്ന് ദീപ്തി പറഞ്ഞു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉപദേശവും വേണ്ട, സപ്പോർട്ടും വേണ്ട എന്നൊക്കെ വേദയോട് ദീപ്തി പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൈക്കിൽ അവൻ്റെ കൂടെ കയറിപ്പോയി. ബൈക്കിൽ ഉള്ളത് ആരാണെന്ന് വേദക്ക് മനസ്സിലായില്ല. വേദ ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രം വേദയെ കാത്തു നിൽക്കുന്നു. വേദ അവിടേക്ക് എത്തുന്നു. എന്താ ഇവിടെ വരാൻ പറഞ്ഞേ? പറയാം, വണ്ടി എടുക്കുക എന്ന് വേദ. എനിക്ക് വർക്ക്ഷോപ്പിൽ പണിയുണ്ട്, കാര്യം പറയാൻ പറയുന്നു. എന്നാ പിന്നെ ഇയാളിപ്പോ എൻ്റെ ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ അത്രക്ക് തിരക്കാണോ എന്ന് വേദ പറഞ്ഞു. നിന്റെ കാര്യത്തിനാണോ എന്ന് കയറാൻ പറഞ്ഞുകൊണ്ട് അവർ പോകുന്നു. വേദ ചോദിക്കുന്നു, അമ്പലത്തിൽ പോയോ? വിക്രം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അമ്പലത്തിലേക്ക് പോവാൻ പറഞ്ഞു. നീ ജോലി കഴിഞ്ഞു വരികയല്ലേ, കുളിച്ചിട്ടില്ലല്ലോ എന്ന് വിക്രം ചോദിച്ചു. ഞാൻ പുറത്തു നിന്നോളാം എന്ന് വേദ പറഞ്ഞു. അങ്ങനെ അവർ അമ്പലത്തിന്റെ മുന്നിലെത്തി. എന്താ നീ ആകെ വിഷമത്തിലാണല്ലോ എന്ന് വിക്രം ചോദിച്ചു. ഞാൻ ഇന്ന് ദീപ്തിയെ കണ്ടിരുന്നു. ഇന്നലെ ശ്രീജടത്തി പറഞ്ഞ കാര്യം അവളുമായി സംസാരിച്ചു. ഇത് കേട്ട് വിക്രം പൊട്ടിച്ചിരിച്ചു. പോയി നീയും ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അങ്ങനെ വിട്ടുകളയാം എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പിന്നെ തോന്നി അവൾക്ക് റിലേഷൻ ഉള്ളത് ആരുമായിട്ടാണ് എന്ന് അറിയാം. അവൾ എൻ്റെ അനിയത്തിയല്ലേ വിക്രം എന്നൊക്കെ വേദ പറഞ്ഞു. അപ്പോൾ വിക്രം പറഞ്ഞു, ഇതേ അധികാരമാണ് വേദ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വേദയുടെ അച്ഛനും ചേട്ടനും പ്രയോഗിക്കാൻ നോക്കിയത്. നീയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാനിതൊന്നുമല്ല, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെ വേദ പറയുന്നു. പക്ഷേ ആ ബന്ധം അവളെ നശിപ്പിക്കാനാണെങ്കിലോ? മുമ്പ് വിക്രം ആക്രമിച്ച ആരോ ആണ് ആ പയ്യൻ, അതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് വേദ പറയുന്നു. ആ പക തീർക്കാൻ അവർ എൻ്റെ അനിയത്തിയെ ഉപയോഗിക്കുകയാണ്. ആരാണ് അത് എന്ന് വിക്രം ചോദിക്കുന്നു. അറിയില്ല, വിക്രവും അവനും തമ്മിൽ ഇഷ്യൂ ഉള്ളതായി ദീപ്തിക്ക് അറിയാം. ഇനി അങ്ങനെ ആവർത്തിച്ചാൽ അവൾ വെറുതെ ഇരിക്കില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. അവരുടെ ലക്ഷ്യം ദീപ്തി മാത്രം ആയിരിക്കില്ല, ദീപ്തി മുഖേന എൻ്റെ കുടുംബവും ആയിരിക്കും. അവസാനം ഇതിനെല്ലാം കാരണം ഞാനാണെന്ന് സ്ഥാപിക്കാൻ എൻ്റെ അച്ഛനും ചേട്ടനും ഒരവസരം കൂടിയാവും. താനൊന്ന് സമാധാനിക്ക്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് വിക്രം പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്നത് വിശ്വൻ സാധനങ്ങളൊക്കെ വിറ്റ് വീട്ടിൽ മടങ്ങിയെത്തുന്നതാണ്. സാധനങ്ങളൊക്കെ വിറ്റ് പോയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ശ്രീജ ആദ്യം കിട്ടിയ ക്യാഷ് അച്ഛൻ്റെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അച്ഛൻ അത് വാങ്ങിയില്ല, നീ തന്നെ കൈകാര്യം ചെയ്യാൻ പറയുന്നു. അച്ഛന് വളരെ സന്തോഷമായി. അച്ഛമ്മ പറയുന്നു, 1-2 പണിക്കാരെ കൂടി വയ്ക്കണം. അപ്പോൾ ശ്രീജ പറഞ്ഞു, വേദയോട് ചോദിച്ചിട്ട് ചെയ്യാം. പിന്നെ മുത്തശ്ശി പറയുന്നു, വിക്രത്തോടുള്ള നിന്റെ സമീപനം മാറണം എന്നൊക്കെ വിക്രത്തിൻ്റെ അച്ഛനോട് പറയുന്നു. പിന്നെ എല്ലാവരും ശരണം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സുധാകര, ഇന്ന് നിങ്ങൾ 2ആളും കൂടി വേണം വിളക്ക് കത്തിക്കാൻ എന്ന് മുത്തശ്ശി പറയുന്നു. അങ്ങനെ അച്ഛനും മകനും വിളക്ക് കത്തിക്കുന്നു. എല്ലാവരും ശരണം വിളിച്ചു. ഇനി വിക്രം മലക്കു പോകുന്നത് വരെ എല്ലാ ദിവസവും അച്ഛനും മകനും വേണം വിളക്ക് കത്തിക്കാൻ എന്ന് അച്ഛമ്മ പറയുന്നു. എല്ലാവർക്കും സന്തോഷമാകുന്നു. വിക്രം റൂമിലിരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. വേദ അവിടേക്ക് വരുന്നു. എന്താ വിളിച്ചേ എന്ന് ചോദിക്കുന്നു. തൻ്റെ സംശയം ശരിയാ, ദീപ്തിക്ക് ഒരു പയ്യനുമായി ബന്ധമുണ്ട്. ആ ബന്ധം ഒരു സൗഹൃദം മാത്രമല്ല, താൻ പറഞ്ഞതുപോലെ അതൊരു ട്രാപ്പാണ്.
ആരാ ആ പയ്യൻ എന്ന് വേദ ചോദിക്കുന്നു. വാസവന്റെ മകൻ വരുൺ എന്ന് പറയുന്നു. വേദ അത് കേട്ട് ഷോക്കായി നിൽക്കുന്നു. പിന്നെ വേദ ദീപ്തിക്ക് ഫോൺ ചെയ്യുന്നു. ദീപ്തി ഫോൺ എടുക്കുന്നില്ല. വേദ വീണ്ടും ഫോൺ അടിക്കുമ്പോൾ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. വേദ വിഷമത്തിലിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.